CPM നേതൃത്വത്തിന്റെ പ്രതികരണം ഇനി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. CPM ജില്ലാ സെക്രട്ടറി പി മോഹനനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ RMP നേതാക്കൾ നമ്മോട് സംസാരിച്ചു. അവർ വിധിയെ ഭാഗികമായി സ്വാഗതം ചെയ്യുകയാണ്. അതായത് പ്രതികൾ CPMന്റെ ഉന്നത നേതൃത്വം ഈ കേസിൽ TP കേസിലെ പ്രതികൾ ആയ ആളുകളിൽ 12 പേർ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവർ കണ്ടെത്താനുണ്ട്. അതിലേക്ക് നയിക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി വിധി എന്നവർ അവകാശപ്പെടുന്നു. അതായത് 2 പ്രതികളെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്ന 2 പ്രതികളെ KK കൃഷ്ണൻ അവിടെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ പാനൂരിലെ പ്രധാനപ്പെട്ട CPM നേതാവാണ് ജ്യോതി ബാബു. ഈ 2 പേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി വെറുതെ വിട്ട നടപടി റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇത് CPM നേതൃത്വത്തിലേക്ക് കൂടുതൽ കണ്ണി ചേർക്കുന്നതിന് സഹായകരമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. അതായത് പി മോഹൻ ഉൾപ്പെടെ കേസിൽ 36 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. CPM ജില്ലാ സെക്രട്ടറി പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടതാണ്. പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അപ്പീൽ നൽകിയിരുന്നത്. പക്ഷേ ആ ആവശ്യം പി മോഹനെതിരെയുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ കൂടി പി മോഹൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരിലേക്ക് ഈ കേസിലെ ഗൂഢാലോചന എത്തിക്കുന്ന തരത്തിലുള്ള അതായത് ഈ 2 പേരെ ഈ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിലോടുകൂടി തങ്ങളുടെ ആവശ്യത്തിലേക്ക് തങ്ങളുടെ ദീർഘകാലമായുള്ള ഈ കേസിലെ CPMന്റെ ഉന്നത നേതൃത്വത്തിനെ ഇതിലെ കുറ്റവാളികളായി കണ്ടെത്തണമെന്നുള്ള ആവശ്യത്തിലേക്ക് അടുക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി എന്നവർ. ശരി, എന്തായാലും അതുമായി മുന്നോട്ട് പോകും. സുപ്രീം കോടതിയിലേക്ക് വരെ പോകുമെന്നാണ് RMP നേതൃത്വം വ്യക്തമാക്കുന്നത്.